ഇവിടെ മുഖ്യമന്ത്രി ഒരാളെ അറസ്റ്റ് ചെയ്യാൻ കഴിയുമോ എന്നുള്ള നിയമപ്രശ്നം ഇവിടെ വരും. മുഖ്യമന്ത്രി പദം എന്ന് പറയുന്നത് ഭരണഘടനാപരമായ ഒരു പദവിയാണ്. അതിൽ നീക്കം ചെയ്യാതെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഒരു ഗവർണറെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഒരു മുഖ്യമന്ത്രി അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? വൈസ് പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? ഇന്ത്യൻ പ്രസിഡന്റിനെ അറസ്റ്റ് ചെയ്യാൻ സാധിക്കുമോ? പ്രോട്ടോകോളാണ്. അതേസമയത്ത് പ്രൈം മിനിസ്റ്ററെ അറസ്റ്റ് ചെയ്യുന്നതിന് തടസ്സമില്ല എന്നാണ്. കാരണം മറ്റേതൊക്കെ ഭരണഘടനാപരമായ ഓരോ പോസ്റ്റുകളാണ്. ഡൽഹിയിലെ കാര്യവും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയെ അറസ്റ്റ് ചെയ്യാൻ പറ്റുമോ ഇല്ലയോ എന്നുള്ളതാണ്. കാരണം അത് കോൺസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു പോസ്റ്റാണ്. അത് നിയമപ്രശ്നം ഉണ്ടാക്കുന്നതാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ ഇത് 120B ഗൂഢാലോചന പ്രൂവ് ചെയ്യാൻ അല്പം ബുദ്ധിമുട്ടാണ്. ആകെ ഇഡി പറയുന്നത് ഈ ഗൂഢാലോചനയില് ഈ മധ്യവ്യവസായത്തിൽ ഉൾപ്പെട്ടിരുന്നവരുമായിട്ട് സംസാരിച്ചു എന്നുള്ളതാണ്. അത് സംസാരിക്കും മുഖ്യമന്ത്രിയല്ലേ. അവർ മദ്യനയം നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. ആ മദ്യനയം ആരോപണം വന്നപ്പം അവര് അത് 2022 തന്നെ അത് ക്യാൻസൽ ചെയ്യുകയും ചെയ്തു. ആ പുതിയ നയം ക്യാൻസൽ ചെയ്തു. അതൊരു മണ്ടത്തരമായി പോയി എന്ന് എനിക്ക് തോന്നുന്നു. എന്തിനാണ് അത് ക്യാൻസൽ ചെയ്ത്? ഒരു സർക്കാരിന് അതൊരു പോളിസി നിശ്ചയിക്കാനുള്ള അധികാരമുണ്ട്. ആ പോളിസി അനുസരിച്ചുള്ള ഒരു മദ്യനയത്തിൽ മാറ്റം വന്നിട്ടുണ്ട്. അഴിമതി ഉണ്ടെങ്കിൽ അഴിമതിയായിട്ട് കിടക്കട്ടെ. ആ ഒരു നയം എന്തിനാണ് മാറ്റിയത്? അതെന്തായാലും AAPക്ക് ക്ഷീണമായ ഒരു കാര്യം തന്നെയാണ്. എന്തായാലും മുഖ്യമന്ത്രിമാരെ പലരെയും അറസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ED. അത് അഴിമതിയില്ലാതെ ഇന്ത്യയിലെ രാഷ്ട്രീയമൊന്നും വളരില്ല. അത് എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അങ്ങനെ തന്നെ. നമുക്കറിയാം, ഇലക്ട്രൽ ബോണ്ടിന്റെ അനുസരിച്ച് അത് എത്ര 1000 കോടി രൂപയാണ് ഓരോരുത്തരും അഴിമതിയുടെ പണം വാങ്ങിച്ച് കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ആരും പുണ്യാളന്മാരാണെന്ന് പറയാൻ കഴിയില്ല. പക്ഷെ കേജ്രിവാളിന് ജാമ്യം കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലായിട്ട് എനിക്ക് തോന്നുന്നു. അതിന്റെ കാരണം കേജ്രിവാളിനെ അറസ്റ്റ് നടത്തി, അതിനുശേഷം ചോദ്യം ചെയ്തു. ഇനിയിപ്പോ കസ്റ്റഡി വാങ്ങിച്ച ശേഷമായിരിക്കും ജാമ്യത്തിന് പോകുന്നത്. മുഖ്യമന്ത്രി പദത്തിരിക്കുന്ന ഒരാളെ ആ സ്ഥാനം ത്യാഗം ചെയ്യാതെ അറസ്റ്റ് ചെയ്യുവാൻ പറ്റുമോ എന്നുള്ള 100 പ്രശ്നങ്ങളുണ്ട്. ഹേമന്ത് സോറന്റെ കാര്യത്തിൽ അദ്ദേഹം അറസ്റ്റ് ചെയ്യാൻ വന്നപ്പം രാജിക്കത്ത് എഴുതി ഗവർണർക്ക് കൊടുത്തിട്ടാണ് പോയത്. ED അദ്ദേഹത്തിനെ കൊണ്ട് ഗവർണറുടെ വസതിയിലെത്തി രാജിക്കത്ത് കൊടുത്ത ശേഷമാണ് അറസ്റ്റ് എഫക്ട് ചെയ്തത്. ഇവിടെ ആ നിയമ പ്രശ്നങ്ങളുണ്ട്. മുഖ്യമന്ത്രി പദത്തിൽ നിന്ന് മാറില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞു. അവരുടെ മന്ത്രിസഭയിലുള്ള അതിഥി, ആ മന്ത്രി അവർ പറഞ്ഞു കഴിഞ്ഞു ജയിലിലിരുന്ന് അവിടെ ഭരണം നടത്തും എന്ന്. രാജിക്കത്ത് കൊടുക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ഭരണഘടനാപരമായ പ്രശ്നങ്ങൾ ഉണ്ടാകും. അങ്ങനെയാണ് ഇന്ത്യയിലെ ഏകാധിപത്യം വളർന്ന് വരും. ഏത് മുഖ്യമന്ത്രിയെയും ഏത് സംസ്ഥാനത്തെ മുഖ്യമന്ത്രിയെയും അറസ്റ്റ് ചെയ്യാം എന്ന ഒരു ധാരണ വന്നാൽ അത് ഏകാധിപത്യത്തിലേക്ക് രാജ്യം പോകും. എങ്കിൽ തന്നെയും ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും ഇപ്പൊ അൺറസ്റ്റിലേക്ക് പോകുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ഡൽഹിയിൽ ഏതായാലും അതിരൂക്ഷമായ സമരം പ്രതീക്ഷിക്കാം. അതോടൊപ്പം തന്നെ പഞ്ചാബിലും അവിടെ AAP ആണ് ഭരിക്കുന്നത്. ഗോവയിലും അവർ ശക്തമാണ്. ഇന്ത്യ എന്ന ND ആ പാർട്ടി സംഘടനകൾ, കോൺഗ്രസ് ഉൾപ്പെടെയുള്ളവരും സമരരംഗത്തേക്ക് വരുന്നു എന്നാണ് കരുതുന്നത്. ഏതായാലും വരും ദിവസങ്ങളിൽ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകളും കലാപങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതകൾ